Hello, good morning. Makala, shall I believe that you all have watched my previous video lecture on past continuous tense? എന്ന് മിസ് വിശ്വസിക്കുകയാണ് കേട്ടോ. ഓൾറൈറ്റ്, സോ നമ്മൾ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് വി ഹാവ് ഓൾറെഡി സീൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആൻഡ് ദെൻ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അങ്ങനെ 4 ടെൻസുകളും കഴിഞ്ഞു. നൗ വിൽ സീ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താടാ നമ്മൾ ഇതുവരെ കണ്ടതിൽ എന്താ പറയുക, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? സിമ്പിൾ പ്രസൻറ്റ് മിസ് പറഞ്ഞു, സിംഗിൾ വാബ് പ്രസൻറ്റിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പ്രസൻറ്റിൽ ഉള്ള കാര്യം നമ്മൾ പറയുന്നു, അതാണ് സിമ്പിൾ പ്രസൻറ്റ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫ്രം ദ ടേം പ്രസൻറ്റ് കണ്ടിന്യൂസ് വി കൻ അണ്ടർസ്റ്റാൻഡ് അല്ലേ? കണ്ടിന്യൂസ് എന്നുള്ള വേർഡ് കണ്ടാൽ അറിയാം ഒരു കാര്യം പ്രസൻറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ പ്രസൻറ്റ് കണ്ടിന്യൂസ്. സോ വാട്ട് ഈസ് പ്രസൻറ്റ് പെർഫെക്റ്റ്? പെർഫെക്റ്റ് നമുക്ക് നിങ്ങൾക്ക് മാത്രം അറിയാനായിട്ട് മിസ് ഒരു കാര്യം പറയാം. പെർഫെക്റ്റ് ഹാസ് എ സെൻസ് ഓഫ് പാസ്റ്റ് അല്ലേ? നമ്മളെപ്പോഴും ഒരു കാര്യം പെർഫെക്റ്റ് ആണെന്ന് പറയാം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യും, റൈറ്റ്? സോ പെർഫെക്റ്റ് എന്ന വാക്കിന് ഞാൻ നിങ്ങൾക്ക് എക്സാമിന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ പെർഫെക്റ്റ് ഹാസ് എ സെൻസ് ഓഫ് പാസ്റ്റ്നെസ് ഇൻ ഇറ്റ്. എന്തോ ഒരു കാര്യം കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതാണ് സോ പെർഫെക്റ്റ്. ഗോട്ട് ഇറ്റ്? സോ പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പം സംതിങ് ദാറ്റ് ഇസ് പ്രസൻറ്റ് ആസ് വെൽ ആസ് പാസ്റ്റിൽ നടന്നൊരു കാര്യം, എന്നാൽ പ്രസൻറ്റിൽ റെലവൻസ് ഉള്ളൊരു കാര്യം, അല്ലെങ്കിൽ പ്രസൻറ്റിൽ അതിപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യം മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് മക്കളെ വി യൂസ് ദിസ് ടെൻസ് ടു എക്സ്പ്രസ്. മനസ്സിലായി? എന്ന കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ മക്കളെ? അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് എന്നൊരു സെൻസ് മനസ്സിലാക്കുക. സോ പ്രസൻറ്റ് പാസ്റ്റ് ടെൻസ് ആണത്. ഗോട്ട് ഇറ്റ്? പ്രസൻറ്റ് പെർഫെക്റ്റ് നമുക്ക് മനസ്സിലാക്കിയിട്ട് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ദർ ഇസ് എ സെൻസ് ഓഫ് പാസ്റ്റ്നെസ്. ഗോട്ട് ഇറ്റ്? സോ സംതിങ് ദറ്റ് ഇസ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ബട്ട് ദ റെലവൻസ് ഇസ് സ്റ്റിൽ ദെയർ ഇൻ ദ പ്രസൻറ്റ്. പ്രസൻറ്റിൽ അതിൻ്റെ റെലവൻസ് ഉണ്ട്, മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യങ്ങളാണ് നമ്മൾ മക്കളെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത്. ഐ ബിലീവ് ദ ടേം ഇസ് ക്ലിയർ ടു യു. ആ ടെൻസിൻ്റെ പേര് മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, യാ, നൗ വിൽ സീ ഇറ്റ്സ് യൂസേജ്. നമ്മൾ എപ്പോഴൊക്കെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാന്നുള്ളത്. സോ ഐ ഹാവ് കോപ്പീഡ് ദ ഇമേജ് ഓഫ് ദ പേജ് ഇൻ ആ ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതേ പേജാണ് മിസ് ഇവിടെ കോപ്പി ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഓൾറൈറ്റ്? യെസ്. യൂസ് 1. The present perfect expresses the idea that something happened or never happened before now at an unspecified time in the past. നമ്മൾ പറഞ്ഞല്ലേ സിമ്പിൾ പാസ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുക? വെൻ എൻ ആക്ഷൻ ഇസ് കംപ്ലീറ്റഡ് ആൻഡ് വെൻ ദ ടൈം ഇസ് സ്പെസിഫൈഡ്. എപ്പോഴാണ് ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്, ആ കംപ്ലീറ്റ് ചെയ്ത ആക്ഷൻ്റെ സമയം കൂടെ പറയുമ്പോഴാണ് വി യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. Right? I saw that film last year. Last year is a time of action. സ്പെസിഫൈ ചെയ്ത് പറയാണ്, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യണം മക്കളെ? ഐ സോ ദാറ്റ് ഫിലിം, SAW, ദാറ്റ് ഇസ് സിമ്പിൾ പാസ്റ്റ്. അഗെയിൻ സോ എന്നുള്ളത് സിംഗിൾ വേർബാണ്, റൈറ്റ്? അഗെയിൻ ദാറ്റ് ഇസ് ഇൻ V2 ഫോം, അതുകൊണ്ട് അത് സിമ്പിൾ പാസ്റ്റ് ആണ്, റൈറ്റ്? ഇപ്പം മിസ് എന്താ പറയുന്നത്? വെൻ an action is completed and if the time of action is not specified, alright, we use present perfect tense. For example എന്താ പറയുക? ഐ ഹാവ് വാച്ച്ഡ് ദാറ്റ് ഫിലിം. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്, ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ഉണ്ടെന്ന് പറഞ്ഞ് എന്താ പറയുക എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും. ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, ഞാൻ അവരെ ഇന്നലെ കണ്ടു എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയി. മറിച്ച് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ ദെം. Got it? Or I have written the exam. ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? എന്നാൽ എപ്പോൾ എഴുതിയെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, റൈറ്റ്? ഐ റോട്ട് ദി എക്സാം ലാസ്റ്റ് മന്ത്.
ലാസ്റ്റ് മന്ത് ഇസ് എ ടൈം ഓഫ് ആക്ഷൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്, റൈറ്റ്? ലാസ്റ്റ് മന്ത് ഐ റോട്ട് ദറ്റ് എക്സാം ലാസ്റ്റ് മന്ത് പറയുന്നില്ല, ടൈം സ്പെസിഫൈ ചെയ്യുന്നില്ല, എന്ന് നമ്മളത് ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെയാ പറയാ? ഐ ഹാവ് റിട്ടൺ ദി എക്സാം. ഓൾറൈറ്റ്, ഐ ഹാവ് റിട്ടൺ ദി എക്സാം. എപ്പോഴാണ് നമ്മളൊരു കാര്യം ചെയ്ത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ വി ഷുഡ് യൂസ് present perfect tense. Got it? Yes. So, the present perfect expresses the idea that something happened before now at an unspecified time in the past. മനസ്സിലായെന്ന് മിസ് വിചാരിക്കുന്നു. വേറെ എക്സാമ്പിൾ മിസ് പറയുകയാണെങ്കിൽ ദേ, ഇപ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വെച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക? ദേ മൂവ്ഡ് ഇൻ ടു എ ന്യൂ അപ്പാർട്ട്മെൻറ്റ് ലാസ്റ്റ് മന്ത്. കണ്ടോ, ലാസ്റ്റ് മന്ത് എന്നുള്ള സ്പെസിഫൈ എന്താ പറയുക, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ടൈം കൃത്യമായിട്ട് അവിടെ പറയാണ്, റൈറ്റ്? ലാസ്റ്റ് മന്ത്. അതുകൊണ്ടാണ് മക്കളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആകുന്നത്. എപ്പോഴാണ് മൂവ് ചെയ്തേ? ലാസ്റ്റ് മന്ത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയുന്നത്? ദേ മൂവ്ഡ് ഇൻ ടു എ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. ഇൻ ദാറ്റ് സെൻറ്റൻസ് വി ഹാവ് ഓൺലി വൺ verb, that is moved, and that verb is in V2 form, അല്ലേ? മൂവ്ഡ് എന്നല്ല, V2 ഫോം ആണ് അവിടെ കാണുന്നത്. സിംഗിൾ വേർബാണ്, അതുകൊണ്ട് അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ലാസ്റ്റ് മന്ത് നമ്മൾ പറയുന്നില്ല, എന്നാൽ അവർ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിട്ടുണ്ട് എന്നെങ്ങനെയാണ് പറയുക? ദേ have moved into a new apartment. They have moved into a new apartment. If we are not specifying time of action, we can express the sentence in present perfect tense. ഓക്കെ, ഇനി എന്താ പറയുക, ഇത്തരം സെൻറ്റൻസസിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ കാണുന്ന കുറച്ച് വാക്കുകളാണ് കേട്ടോ. എവർ, നെവർ, ഓൾറെഡി, യെറ്റ്, സ്റ്റിൽ ആൻഡ് ജസ്റ്റ്. ദീസ് ആഡ്വർബ്സ് ഏതൊക്കെയാണ് മക്കളെ? എവർ എന്നുള്ള വേർഡ് ഉണ്ടാവും ചിലപ്പം നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ. നെവർ, ഓൾറെഡി, യെറ്റ്, സ്റ്റിൽ ആൻഡ് ജസ്റ്റ്. ദീസ് ആഡ്വർബ്സ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് വിത്ത് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസസ്. ഓൾറൈറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അലി ഫീൽസ് ബാഡ്, ഹി ഹാസ് ജസ്റ്റ് ഹേർഡ് സം ബാഡ് ന്യൂസ്. കണ്ടോ, ഹി ഹാസ് ജസ്റ്റ് ഹേർഡ് സം ബാഡ് ന്യൂസ്. ഇപ്പം തന്നെ കുറച്ച് മുന്നേ കേട്ടു അല്ല, കേട്ട് കഴിഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അത് പാസ്റ്റായി, ബട്ട് ദാറ്റ് ഇസ് സ്റ്റിൽ ദെയർ ഇൻ ഹിസ് മൈൻഡ്. അവൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. അപ്പോൾ അതിന് പ്രസൻറ്റ്നെസ് ഉണ്ട്, അല്ലേ? പ്രസൻറ്റ് റെലവൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മക്കളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത്. അവൻ അത് കേട്ടിട്ടുണ്ട്. മനസ്സിലായോ? അലി ഈസ് നോട്ട് ഫീലിംഗ് ഹാപ്പി. വൈ? ബിക്കോസ് ഹി ഹാസ് ജസ്റ്റ് ഹേർഡ് എ ബാഡ് ന്യൂസ്. ഇപ്പോൾ കുറച്ച് മുൻപ് കേട്ടതേ ഉള്ളൂ. കേട്ടു എന്നുള്ളത് പാസ്റ്റാണ്, കേട്ട് കഴിഞ്ഞു. പക്ഷെ ദാറ്റ് സ്റ്റിൽ ഹോൺസം, ഇപ്പോഴും അത് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രസൻറ്റ് ടെൻസും കൂടിയാണ്. അതുകൊണ്ടാണ് മക്കളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആകുന്നത്. ഓക്കെ, കണ്ടോ, ഹി ഹാസ് ജസ്റ്റ് ഹേർഡ് ദ ന്യൂസ്. ഹി ഹാസ് ജസ്റ്റ് ഹേർഡ്. മൈ ഫാദർ ഹാസ് കം ജസ്റ്റ് നൗ. ഇപ്പം തന്നെ അച്ഛൻ വന്നേ ഉള്ളൂ. അച്ഛൻ അവിടെ ഇപ്പോഴും ഉണ്ട്, അച്ഛൻ തിരിച്ചു പോയിട്ടില്ല. ഹീ സ്റ്റിൽ ദേർ. പക്ഷെ വന്നു എന്നുള്ള ആക്ഷൻ പാസ്റ്റാണ്, മുന്നേ വന്നു, അല്ലേ? ഹി ഹാസ് ജസ്റ്റ് കം, ഇപ്പം തന്നെ കുറച്ച് മുൻപേ വന്നു, പക്ഷെ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ഹി ഹാസൻ ഗോൺ ബാക്ക്, തിരിച്ചു പോയിട്ടില്ല. ഗോട്ട് ഇറ്റ്? സോ ഹി ഹാസ് ജസ്റ്റ് കം. അപ്പം ജസ്റ്റ്, already, yet, still, ever, never. With all these words can be seen in present perfect sentences. Alright. Next uses the present perfect also expresses the repetition of an activity before now. അതായത് ഇതിന് നമ്മൾ എന്താ പറയുക, മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു, നമ്മളത് കാര്യം റിപ്പീറ്റ് ചെയ്തിരുന്നു എന്ന് പറയാൻ present perfect tense യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, I have written my wife a letter every other day for the last 2 weeks. മനസ്സിലായോ? ഞാൻ ഇങ്ങനൊരു കാര്യം ഭാര്യയ്ക്ക് ലെറ്റർ എഴുതിയിരുന്നു എന്ന് പറയുന്നതും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് 2 വീക്സിലേക്ക് ഓരോ ദിവസം എന്താ പറയുക, ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങൾ, ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ലെറ്റർ എഴുതിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് ഇപ്പോഴല്ല മുന്നേ ചെയ്തൊരു കാര്യം, പക്ഷെ അതിൻ്റെ ഓർമ്മ ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത്. അത്തരം കാര്യങ്ങൾ മുന്നേ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ കുറേ മുൻപല്ല, ഒരുപാട് മുന്നേ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയും. എന്നാൽ കുറച്ച് മുൻപ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നു. മനസ്സിലായോ? യെസ്.
Now we'll see what are the next usages. Alright? Yes. Use 3. നമ്മൾ use 1 and use 3 കണ്ടു കേട്ടോ. So I believe my students have understood first 2 usages മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Next നമുക്ക് 2 uses ഉണ്ട്. Use 3. The present perfect, when used with for or since, also expresses a situation that began in the past and continues to the present. നമ്മൾ ഇതിന് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടു അല്ലേ, എന്താണ് യെറ്റ്, ജസ്റ്റ്, ഓൾറെഡി എന്നുള്ള വാക്കുകളുടെ കൂടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു, റൈറ്റ്? അതുപോലെ ഇൻ ദ സെൻറ്റൻസ് ഇഫ് യു സീ ദ വേർഡ്സ് ലൈക്ക് സിൻസ്, for, etc., we'll be using present perfect tense അല്ലെങ്കിൽ present perfect continuous tense. അപ്പോൾ നമുക്ക് present perfect tenseനെ കുറിച്ച് പഠിക്കാം. Alright? For example, I have taught you grammar for 4 months. I have taught you grammar for 4 months. ഞാൻ നിങ്ങളെ ഗ്രാമർ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി മക്കളെ? 4 മാസമായി. 4 മാസമായിട്ടുണ്ട്. Got it? I have taught you grammar since October. ഒക്ടോബർ മുതൽ ഞാൻ നിങ്ങൾക്ക് ഗ്രാമർ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രാമർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ്? യെസ്. അപ്പോൾ എന്താ മിസ് പറയുന്നത്? ഞാനൊരു കാര്യം പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. An action that has started in the past and is still continuing. ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. റൈറ്റ്? എന്താ പറയുന്നത്? അല്ലെങ്കിൽ വി ഹാവ് സീൻ ഫോർ എന്താ പറയുക 4 months. നമ്മൾ 4 മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ്? വേറെ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മിസ് വായിക്കാം കേട്ടോ. ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് 7 o'clock. ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് 7 o'clock. ഞാനിവിടെ ആയിട്ട് 7 മണി മുതൽ ഞാനിവിടെ ആയിട്ടുണ്ട്, ഞാനിവിടെ ആയിരിക്കുന്നുണ്ട്. അതായത് 7 മണി മുതൽ 7 o'clock, സിൻസ് 7 o'clock. 7 o'clock എന്നുള്ളത് ഇസ് എ പോയിന്റ് ഓഫ് ടൈം. റൈറ്റ്? വേറെ എക്സാമ്പിൾ മിസ് പറയട്ടെ. ഐ ഹാവ് വെയിറ്റഡ് ഫോർ യു. ഐ ഹാവ് വെയിറ്റഡ് ഫോർ യു സിൻസ് മോർണിംഗ്. Since morning. I have waited for you for 2 hours. I have waited for you for 2 hours. മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ സിൻസും ഫോറും തമ്മിലുള്ള വ്യത്യാസം? ഒരേ കാര്യം മിസ് 2 തരത്തിലാണ് പറഞ്ഞത് അല്ലേ? എങ്ങനെയാണ്? ഐ ഹാവ് വെയിറ്റഡ് ഫോർ യു സിൻസ് മോർണിംഗ്. ഐ ഹാവ് വെയിറ്റഡ് ഫോർ യു ഫോർ 2 hours. സിൻസ് എന്ന് വയ്ക്കുമ്പോൾ മിസ് മോർണിംഗ് എന്നാണ് യൂസ് ചെയ്തേ, റൈറ്റ്? And when I used for, I told you 2 hours. അല്ലേ? സിൻസ് വെച്ചപ്പോൾ മോർണിംഗ് എന്ന് പറഞ്ഞു, ഫോർ എന്ന് മിസ് യൂസ് ചെയ്തപ്പം 2 hours എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം മക്കളെ? വി യൂസ് സിൻസ് വിത്ത് എ പോയിന്റ് ഓഫ് ടൈം. സിൻസ് എന്ന് യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൻ്റെ കൂടെയാണ് സിൻസ് യൂസ് ചെയ്യുക. ഫോർ യൂസ് ചെയ്യുന്നത് ഒരു കാലയളവ് കാണിക്കുമ്പോൾ, എ പീരിയഡ് ഓഫ് ടൈം, എ ഡ്യൂറേഷൻ ഓഫ് ടൈം. ഓക്കെ? I have lived here since 2001. I have lived here since 2001. 2001 മുതൽ ഞാനിവിടെ താമസിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്, മാറിയിട്ടില്ല. I have lived, ഇപ്പോൾ 2001 എന്നുള്ളത് ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്, റൈറ്റ്? ദാറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ടൈം. ഇതേ സംഭവം മിസ് എങ്ങനെ ഫോർ വെച്ച് പറയാം? I have lived here for 20 years. or 21 years or 22 years, whatever. 22 years or 20 years or 21 years എന്നുള്ളതൊക്കെ ഒരു കാലയളവാണ്, പീരിയഡ് ഓഫ് ടൈം ആണ്, ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. അപ്പോൾ പീരിയഡ് ഓഫ് ടൈം ഓർ ഡ്യൂറേഷൻ ഓഫ് ടൈം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? എങ്ങനെ പറയാം? ഫോർ വെച്ചിട്ട് പറയണം. ഓക്കെ? ഐ ഹാവ് ടോട്ട് യു സിൻസ് October, since the month of October. October എന്നുള്ളത് പോയിന്റ് ഓഫ് ടൈം. ഐ ഹാവ് ടോട്ട് യു ഫോർ 4 months. 4 മാസം എന്ന് പറയുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈമാണ്, പോയിന്റ് ഓഫ് ടൈം അല്ല, പീരിയഡ് ഓഫ് ടൈമാണ്. ഓക്കെ? മക്കൾക്ക് മനസ്സിലായെന്ന് മിസ് വിചാരിക്കുന്നു. സോ വി യൂസ് സിൻസ് വിത്ത് എ പോയിന്റ് ഓഫ് ടൈം ആൻഡ് ഫോർ വിത്ത് എ പീരിയഡ് ഓഫ് ടൈം. ഓക്കെ? മിസ് ഒന്നുകൂടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ തന്നെ വായിക്കാം കേട്ടോ. I have had the same pair of shoes for 3 years. കണ്ടോ? 3 years is a period of time.
ഓക്കെ, ഐ ഹാവ് ഹാഡ് സെയിം സെൻറ്റൻസ് മിസ് എങ്ങനെയാ പറയാം? ഐ ഹാവ് ഹാഡ് ദ സെയിം പെയർ ഓഫ് ഷൂസ് സിൻസ് 2000 എത്രയാണ് 17 or 18. I have had the same pair of shoes for 3 years. 3 years is a period of time. അതുകൊണ്ട് we use for, right? I have had the same pair of shoes since 2018 or 17, 2018, 2017, last year, morning, yesterday എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. അതൊരു കാലയളവല്ല, അല്ലേ? 2 മണിക്കൂർ, 10 മിനിറ്റ്, 2 കൊല്ലമായി എന്നൊക്കെ പറയുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈം ആണ്. വിത്ത് ദാറ്റ് വി യൂസ് ഫോർ. ഐ ബിലീവ് മൈ സ്റ്റുഡൻസ് ആർ ക്ലിയർ വിത്ത് ദിസ്. യാ, നെക്സ്റ്റ് ഈസ് എന്താണ് യൂസ് ഫോർ. ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ഈസ് യൂഷ്വലി യൂസ് ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് ഇൻ റിലേഷൻ ടു ദ പ്രസൻറ്റ്. ഇറ്റ് സജസ്റ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ സംതിങ് ദറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് എ പ്രസൻറ്റ് ടൈം. മിസ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഒരു കാര്യം പാസ്റ്റിൽ നടന്നു എന്നാൽ പ്രസൻറ്റിൽ അത് റെലവൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, മൈ പേരൻസ് ഹാവ് കം, മൈ പേരൻസ് ഹാവ് കം ഹിയർ. അവരിപ്പോഴും എൻ്റെ കൂടെയുണ്ട്, എന്നാൽ വരിക എന്നുള്ള ആക്ഷൻ പാസ്റ്റിൽ കഴിഞ്ഞു. സോ മൈ പേരൻസ് ഹാവ് കം ഹിയർ മീൻസ് ദ ആക്ഷൻ ഓഫ് കമ്മിങ് ഇസ് കംപ്ലീറ്റഡ് ബട്ട് ദേ ആർ സ്റ്റിൽ ഹിയർ വിത്ത് മീ. ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്, തിരിച്ചു പോയിട്ടില്ല. ഓക്കെ, മറിച്ച് മിസ് എങ്ങനെയാ പറയുക? അപ്പോൾ യെസ്റ്റർഡേ എന്ന് വെച്ചിട്ട് ഒരു പോയിന്റ് കൃത്യമായിട്ട് ഒരു ടൈം ഓഫ് ആക്ഷൻ തരണമെന്ന് എങ്ങനെ പറയാം? മൈ പേരൻസ് കെയിം യെസ്റ്റർഡേ. മൈ പേരൻസ് കെയിം യെസ്റ്റർഡേ. യെസ്റ്റർഡേ ഈസ് എ ടൈം ഓഫ് ആക്ഷൻ വിച്ച് ഇസ് സ്പെസിഫൈഡ്. ഗോട്ട് ഇറ്റ്? എന്നാൽ എപ്പോഴാണ് വന്നതെന്നുള്ളത് ഞാൻ പറയുന്നില്ല, എന്നാൽ അവർ എത്തിയിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മാത്രമേ മിസ് പറയുന്നുള്ളൂ. അപ്പം എങ്ങനെയാ പറയാം? മൈ പേരൻസ് ഹാവ് കം ഹിയർ. മൈ പേരൻസ് ഹാവ് കം ഹിയർ. I hope my students have understood. Yes. Now we'll see the format. എന്താണ് അതിൻ്റെ ഫോമാറ്റ് എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. മിസ് ഓൾറെഡി പറഞ്ഞ കുറച്ച് സെൻറ്റൻസസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് മൈ പേരൻസ് ഹാവ് കം here. I have written the exam, or we have seen the movie. She has written the exam. I have met him. My parents have come. അല്ലേ? Or I have taught you grammar since the month of October. ഇത്തരം സെൻറ്റൻസസിൽ നിന്ന് നമുക്ക് എന്താണ് മക്കളെ മനസ്സിലാക്കേണ്ടത്? ഫോമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഒരു കാര്യം മിസ് പറയട്ടെ, പെർഫെക്റ്റ് മിസ് പറഞ്ഞു തരാറുണ്ട് അല്ലേ? സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സിംഗിൾ വേർബാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നാണെങ്കിൽ കണ്ടിന്യൂസ് എന്നുള്ള വേർഡ് എവിടെ കണ്ടോ V1 പ്ലസ് ING ഫോം വിച്ച് ഇസ് കോൾഡ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവും എന്ന് മിസ് പറഞ്ഞിരുന്നു. അതുപോലെ മിസ് തരുന്ന ഒരു ക്ലൂ ആണ്, പെർഫെക്റ്റ് എന്ന വാക്ക് എവിടെയുണ്ടോ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഉണ്ടാവും. എന്താ മക്കളെ? പെർഫെക്റ്റ് എന്ന വാക്ക് നമ്മുടെ ടെൻസിൻ്റെ ഫോമിൽ ഒരുപാട് പെർഫെക്റ്റ് ടെൻസ് വരും അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ടാവും, അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പെർഫെക്റ്റ് എന്ന വാക്ക് ആ ടെൻസിലുണ്ടോ അവിടെ എന്തുണ്ടാവും മക്കളെ? ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് ഉണ്ടാവും. ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഉണ്ടാവും. എന്നാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് ആയിരിക്കും. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് എ ക്ലൂ. പെർഫെക്റ്റ് എന്ന വേർഡ് നമ്മൾ ടെൻസിൽ കണ്ടാൽ there should be has or have or had. If it is present perfect, it is has or have. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ ക്ലൂ ഇതാണ്. ആഫ്റ്റർ ഹാസ് ഓർ ഹാവ് ഇഫ് വി ഹാവ് ടു യൂസ് എ വേർബ്, ഹാസിനും ഹാവിനും ശേഷം നമ്മളൊരു വേർബ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നും എപ്പോഴും V3 ഫോമിലാണ്. അത് ഏത് ടെൻസ് ആയിക്കോട്ടെ, എപ്പോഴായിക്കോട്ടെ, ദാറ്റ് ഈസ് എ റൂൾ. Okay, so I repeat, if there is a word like perfect in the tense, there should be has or have or had. If it is present perfect, it is has or have. And the rule is, എന്നും ഓർത്തിരിക്കേണ്ട റൂളാണ്, ഹാസിനും ഹാവിനും ഹാഡിനൊക്കെ ശേഷം മക്കൾക്ക് എന്താണ് ഒരു വേർബ് യൂസ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് വേർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ആഫ്റ്റർ ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് we should use only V3 form. V3 form. Okay, V3 form എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. റൈറ്റ്, റോട്ട്, റിട്ടൺ. റിട്ടൺ എന്നുള്ളതാണ് V3 ഫോം. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൻ. സ്പോക്കൻ ഇസ് ദ V3 ഫോം. മിസ് തന്ന എക്സാമ്പിളിൽ എങ്ങനെയാണ്? We have seen the movie.
അല്ലേ? ഹാവിന് ശേഷം നമ്മൾ എന്താ വെക്കുന്ന മക്കളെ? സീൻ. സോ സീൻ എന്നുള്ളത് V3 ഫോമാണ് അല്ലേ? ഷീ ഹാസ് റിട്ടൺ ദി എക്സാം. കണ്ടോ, ആഫ്റ്റർ ഹാസ് വി ഹാവ് ദ V3 ഫോം ഓഫ് റൈറ്റ് വിച്ച് ഇസ് റിട്ടൺ. ഐ ഹാവ് മെറ്റ് ഹിം. Met is the V3 form of meet. I have met him. I met him yesterday. I met him yesterday എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ? ഇന്നലെ കണ്ടു. ഇന്നലെ എന്നുള്ള ടൈം അവിടെ ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് മക്കളെ നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് എപ്പോഴാണ് അത് സംഭവിച്ചെന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട് സിമ്പിൾ പാസ്റ്റിൽ. മറിച്ച് ഐ ഹാവ് മെറ്റ് ഹിം എപ്പോഴാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, എനിക്കത് ഓർമ്മയുണ്ട്. എന്നാൽ കാണുക എന്നുള്ള ആക്ഷൻ മുന്നേ കഴിഞ്ഞു, ബട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ഹിം. ഓൾറൈറ്റ്, യെസ്. പിന്നെ നമുക്ക് അറിയുന്ന പോലെ മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആവണം. ഓൾവേസ് സിംഗുലർ വേർബ് എൻഡ്സ് ഇൻ എസ്. ഏത് സിംഗുലർ വേർബ് ആയിക്കോട്ടെ, അത് ഏത് വേർബിൽ ഏത് ലെറ്ററിൽ അവസാനിക്കുക? എസ്സിൽ. അത് ഏത് സിംഗുലർ വേർബ് ആയിക്കോട്ടെ, ഇറ്റ് എൻഡ്സ് ഇൻ എസ്. Alright, so if the subject is singular, we should have has. S-il avasanikkunu. If the subject is plural, we should have. So the format again, subject plus has or have plus V3 or past participle form. Alright? Yes. Now we are moving on to a very simple, എനിക്ക് തോന്നുന്നു ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണ് പോസിറ്റീവ് സെൻറ്റൻസസ് ഇൻ ടു നെഗറ്റീവ് സെൻറ്റൻസസ് അല്ലേ? നമ്മൾ എന്താണ് ഇങ്ങനെ എക്സാമിന് വരും, റൈറ്റ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ സെൻറ്റൻസ് വന്നിട്ട് വിൽ ബി ആസ്ക്ഡ് ടു ഫ്രെയിം നെഗറ്റീവ് സെൻറ്റൻസസ്. ഐ ബിലീവ് ഓൾ മൈ സ്റ്റുഡൻസ് നോ ദ ബേസിക് റൂൾ ഓഫ് ഗ്രാമർ റിഗാർഡിംഗ് ദിസ് കൺവേർഷൻ. ഇതിനെക്കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. ദേ ഹാവ് സീൻ ഹിം ബിഫോർ. എക്സാമ്പിൾ ഇതാണ് സെൻറ്റൻസ് അല്ലേ? ദേ ഹാവ് സീൻ ഹിം ബിഫോർ ആൻഡ് ഐവ് ടോട്ട് യു ദിസ് ഈസ് എ പോസിറ്റീവ് സെൻറ്റൻസ് ബിക്കോസ് ദർ ഇസ് നോ നെഗറ്റീവ് എലമെൻറ്റ് ഇൻ ദറ്റ് സെൻറ്റൻസ്. അതുകൊണ്ട് അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ദേ ഹാവ് സീൻ ഹിം ബിഫോർ, റൈറ്റ്? എന്താണ് നമ്മളെങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുക? വി ഹാവ് ടു സീ the auxiliary verb and the main verb. ഒരു സെൻറ്റൻസിൽ ഓക്സിലറി verb ഏതാണ്, മെയിൻ verb ഏതാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. You have to find out that and add not in between the auxiliary verb and the main verb, right? അപ്പോൾ ഇതിനകത്ത് സെൻറ്റൻസ് എങ്ങനെയാണ്? They have seen him before. Have seen എന്നുള്ളതാണ് രണ്ട് verbs. Have എന്നുള്ളത് auxiliary verb, seen എന്നുള്ളത് മെയിൻ verb, right? മിസ് പറഞ്ഞിട്ടുണ്ട്, ഒരു സെൻറ്റൻസിൽ രണ്ട് വേർബ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വേർബ് ഇസ് ദി ഓക്സിലറി വേർബ് ഓർ ഹെൽപ്പിംഗ് വേർബ് ആൻഡ് ദ സെക്കൻഡ് വേർബ് ഇസ് മെയിൻ വേർബ്. സോ ദേ ഹാവ് സീൻ ദ ഫിലിം, റൈറ്റ്? ഓർ ദേ ഹാവ് സീൻ ഹിം ബിഫോർ. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ്? ഹാവ് സീൻ എന്നുള്ളതാണ് വേർബ്, ഹാവ് എന്നുള്ളത് ഓക്സിലറി വേർബ്, സീൻ എന്നുള്ളത് മെയിൻ വേർബ്. വാട്ട് ഇസ് ദ റൂൾ? Add not in between the auxiliary verb and the main verb to get they have not seen him before. Shorten ചെയ്തിട്ട് എങ്ങനെ പറയാം? They haven't seen him before. So shall I believe all my students know the basic rule of grammar? So അത് നിങ്ങൾക്ക് അറിയാം എന്ന് മിസ് വിചാരിക്കണം കേട്ടോ. Alright? And my students, please do the exercise. മിസ് എളുപ്പമുള്ള 3 സെൻറ്റൻസസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യൂ. Alright? Yes. Yeah, again we'll see yes or no question, WH question. നമ്മളോട് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ കണ്ടതാണ്. സെയിം റൂൾ തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ബട്ട് ഐ തോട്ട് ഐ ഡിസ്കസ് ദാറ്റ് ടു. യെസ് ഓർ നോ ക്വസ്റ്റൻസ് ഓർ WH ക്വസ്റ്റൻസ് എന്ത് ക്വസ്റ്റൻ ആയാലും നമുക്ക് എന്താ അറിയേണ്ടത്? ആദ്യം ഇഫ് യു ഗെറ്റ് എ സെൻറ്റൻസ് വി ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ വാട്ട് ഇസ് ദി ഓക്സിലറി വേർബ് ആൻഡ് ദി മെയിൻ വേർബ്. ഓക്സിലറി വേർബ് എടുത്ത് ഫ്രണ്ടിൽ വെക്കുന്നു ആൻഡ് ദെൻ റൈറ്റ് ദ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ആസ് ഇറ്റ് ഈസ് ആൻഡ് പുട്ട് എ ക്വസ്റ്റൻ മാർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ സെൻറ്റൻസ് ടു ഗെറ്റ് ദ ക്വസ്റ്റൻ. അത്രയേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാത്ത ടെൻസ് ആയാലും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഈ 2 കാര്യങ്ങൾ മാത്രമാണ്. ഒരു സെൻറ്റൻസിൽ ഓക്സിലറി വേർബ് അറിയണം, മെയിൻ വേർബ് അറിയണം. ഓക്സിലറി വേർബിനെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളത് ഏത് ടെൻസ് ആയിക്കോട്ടെ അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ മിസ് പഠിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് മിസ് അതും കൂടെ സ്ലൈഡ് ആക്കി വെച്ചിരിക്കുകയാണ്. ഓൾറൈറ്റ്, സോ ദി എക്സാമ്പിൾ, ഷീ ഹാസ് മൂവ്ഡ് ഇൻ ടു നദർ ഫ്ലാറ്റ്. ഷീ ഹാസ് മൂവ്ഡ് ഇൻ ടു നദർ ഫ്ലാറ്റ്. ഓക്കെ, ഈ സെൻറ്റൻസിനകത്ത് അത് എപ്പോഴാണ് മൂവ് ചെയ്തതെന്ന് പറയാത്തതുകൊണ്ട് ആ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. മറിച്ച് ഷീ മൂവ്ഡ് ഇൻ ടു അനദർ ഫ്ലാറ്റ് ലാസ്റ്റ് ഇയർ എന്ന് പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് പാസ്റ്റ് ടൈം തരുന്നതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയണം. മറിച്ച് ആ മൂവ് ചെയ്ത ആക്ഷൻ്റെ ടൈം സ്പെസിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സ്പ്രസ് ദാറ്റ് ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ആൻ ആക്ഷൻ ഇസ് കംപ്ലീറ്റഡ്, പക്ഷെ അതിപ്പോഴും വേറെ ഫ്ലാറ്റ് തന്നെയാണ്, തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല, മറ്റ് ഫ്ലാറ്റ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് പ്രസൻറ്റ് റെലവൻസ് ഉള്ളൊരു സെൻറ്റൻസ് ആയതുകൊണ്ടാണ് മക്കളെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത്. ഓക്കെ, സോ ഹാസ് മൂവ്ഡ്
അല്ലെ, ദീസ് ആർ ദി verbs. ഹാസ് മൂവ്ഡ്. ഹാസ് എന്നുള്ളത് ഓക്സിലറി verb or മെയിൻ verb. മൂവ്ഡ് എന്നുള്ളത് ഓക്സിലറി verb or ഹെൽപ്പിംഗ് verb. മൂവ്ഡ് എന്നുള്ളത് മെയിൻ verb ആണ്. വാട്ട് ഈസ് ദ റൂൾ? ഈ ഓക്സിലറി വെർബിനെ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കണം അല്ലേ. അപ്പം എന്താവും? ഹാസ് ഷീ മൂവ്ഡ് ഇൻ ടു നദർ ഫ്ലാറ്റ്. ഹാസ് ഷീ മൂവ്ഡ് ഇൻ ടു നദർ ഫ്ലാറ്റ്? ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറന്നു കഴിഞ്ഞാൽ മാർക്ക് അവിടെ പോകും. സോ ദിസ് ഇസ് ദി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? യെസ്, ഷീ ഹാസ് മൂവ്ഡ് ഇൻ ടു നദർ അപ്പാർട്ട്മെൻറ്റ് ഓർ നദർ ഫ്ലാറ്റ്. നോ, ഷീ ഹാസൻറ്റ് മൂവ്ഡ് ഇൻ ടു നദർ അപ്പാർട്ട്മെൻറ്റ് ഓർ ഫ്ലാറ്റ് എന്ന് പറയും. റൈറ്റ്? യെസ്. അപ്പോൾ ഇതാണ് ബേസിക് റൂൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ തന്നെ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? ജസ്റ്റ് ആഡ് എ സ്യൂട്ടബിൾ WH വേർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സെയിം ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ തൊട്ട് മുൻപിൽ കൃത്യമായിട്ടൊരു WH വേർഡ് വെച്ചാൽ വി ഗെറ്റ് WH ക്വസ്റ്റ്യൻ. എന്താണ്? വേർ അല്ലെങ്കിൽ വൈ. WH ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള മക്കൾക്ക് അറിയാം അല്ലേ? WH ലെറ്റേഴ്സ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് WH. ഫോർ എക്സാമ്പിൾ വാട്ട്, വെൻ, വേർ, വൈ, ഹൂ, ഹൂം എക്സെട്ര. ഓൾറൈറ്റ്. അപ്പോൾ എന്താണ്? വേർ ഹാസ് ഷീ മൂവ്ഡ്. ഹാസ് ഷീ മൂവ്ഡ് എന്നുള്ളത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുൻപിൽ കൃത്യമായിട്ടൊരു WH വേർഡ് വയ്ക്കാം. സോ ഇറ്റ് ഈസ് വേർ ഹാസ് ഷീ മൂവ്ഡ് അല്ലെങ്കിൽ വൈ ഹാസ് ഷീ മൂവ്ഡ് എന്ന് വയ്ക്കാം. യെസ്. സോ ഐ ബിലീവ് മൈ സ്റ്റുഡൻസ് ഹവ് അണ്ടർസ്റ്റുഡ്. വേറൊരു എക്സാമ്പിൾ മിസ് പറയുകയാണെങ്കിൽ എന്താണ്? മൈ പേരൻസ് ഹാവ് കം ഹിയർ. എക്സാമ്പിൾ, മൈ പേരൻസ് ഹാവ് കം ഹിയർ. യെസ് എന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? മൈ പേരൻസ് ഹാവ് കം ഹിയർ. ഹാവ് കം, ദീസ് ആർ ദ ടു verbs. ഹാവ് കം. ഹാവ് is the auxiliary verb, come is the main verb. Take the auxiliary verb to the front position. So have my parents come. മൈ എന്നുള്ളത് യു ആക്കണം അല്ലേ? ക്വസ്റ്റ്യൻ യു ആർ ആക്കണം. സോ ഹാവ് യോർ പേരൻസ് കം ഹിയർ. ഹാവ് യുവർ പേരൻസ് കം ഹിയർ. സെയിം സെൻറ്റൻസ് ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഓൾറൈറ്റ്. ഇനി ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്താ ചെയ്യുക? വൈ ഹാവ് യുവർ പേരൻസ് കം ഹിയർ? എന്തിനാണ് അവർ വന്നത്? അല്ലെങ്കിൽ വേർ ഹാവ് യുവർ പേരൻസ് കം. വേർ ഹാവ് യുവർ പേരൻസ് കം. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം മിസ് പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്യുക. ഒരു സെൻറ്റൻസിനെ കണ്ടാൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള, അതായത് രണ്ട് വേർബ്സ് ഉള്ള സെൻറ്റൻസ് ആണെങ്കിൽ അതിനർത്ഥം ആദ്യത്തെ ഓക്സിലറി വേർബാണ്, രണ്ടാമത്തെ മെയിൻ വേർബാണ്. ആൻഡ് ദെൻ ടേക്ക് ദി ഓക്സിലറി വേർബ് ടു ദ ഫ്രണ്ട് പൊസിഷൻ ടു ഗെറ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ആഡ് അപ്രോപ്രിയേറ്റ് WH ക്വസ്റ്റ്യൻ വേർഡ് ഇൻ ഫ്രണ്ട് ഓഫ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ടു ഗെറ്റ് WH ക്വസ്റ്റ്യൻ. ഓക്കെ, മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് പ്ലീസ് ഗോ ത്രൂ ദ വീഡിയോ ലെക്ചർ കെയർഫുള്ളി ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. All right. Yes. Thank you.